150ന്റെ ഡ്രസ്സ് 900 രൂപയ്ക്ക് വിൽക്കാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ജെൻസികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് ഐഡിയയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ എല്ലാവരും ത്രിഫ്റ്റ് സ്റ്റോറുകൾ തുടങ്ങുന്നുണ്ട്. ഇനി ഈ ബിസിനസ്സിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ കേട്ടോളൂ. 150 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പഴയ വിന്റേജ് ജാക്കറ്റ് ഒരു എക്സാമ്പിൾ ആണ്. 900 രൂപയ്ക്ക് വരെ വിൽക്കാൻ പറ്റുന്ന വേറൊരു ബിസിനസ് ഇന്ന് നിലവിലില്ല. എന്നാൽ 90% ആളുകളും പരാജയപ്പെടുന്ന ഈ മേഖലയിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ത്രിഫ്റ്റ് സ്റ്റോറിന്റെ യഥാർത്ഥ സീക്രട്ട് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, സത്യമാണ്. എന്നാൽ ഇന്ന് ജെൻസികൾക്ക് വേണ്ടത് മാളുകളിൽ കിട്ടുന്ന സാധാരണ വസ്ത്രങ്ങളല്ല, മറിച്ച് മറ്റാരുടെയും കയ്യിലില്ലാത്ത 1 of 1 വിന്റേജ് അല്ലെങ്കിൽ Y2K ഔട്ട്ഫിറ്റുകളാണ്. ഒരു ഡ്രസ്സ് ഒരാൾക്ക് മാത്രമേ വിൽക്കാൻ പറ്റൂ എന്നത് കൊണ്ട് തന്നെ ഇവിടെ വിപണിയിൽ മത്സരമില്ല. നിങ്ങളുടെ പ്രസന്റേഷനും സ്റ്റൈലിങ്ങും നല്ലതാണെങ്കിൽ കസ്റ്റമർ എത്ര തുക വേണമെങ്കിലും തരും. ഇങ്ങനെ ഒരു ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങാൻ വസ്ത്രങ്ങൾ എവിടെ നിന്നാണ് വാങ്ങേണ്ടത്? പ്രധാനമായിട്ടും തിരുപ്പൂര്, ബാംഗ്ലൂര് അല്ലെങ്കിൽ ഡൽഹിയിലെ സരോജിനി നഗർ മാർക്കറ്റിൽ നിന്നാണ് ഈ തരത്തിലുള്ള ബെയിൽ ആയി വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ ഹോൾസെയിൽ ആയിട്ട് ഇറക്കാൻ പറ്റുന്നത്. ഇവിടെ സാധാരണ ആളുകൾ ചെയ്യുന്ന പ്രധാന തെറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കിട്ടുന്ന വസ്ത്രങ്ങൾ അതേപടി ഫോട്ടോ എടുത്ത് വിൽക്കും. അവിടെയാണ് പാളിച്ച പറ്റുന്നത്. അങ്ങനെ ചെയ്യരുത്. പകരം അവ നന്നായി കഴുകി ഡ്രൈ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് വൺ ലുക്കിൽ അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ വസ്ത്രത്തിന്റെ മൂല്യം 5 മടങ്ങ് കൂടും. ഇനി ഇതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വിൽക്കണം? സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് നിലത്തിട്ട് ഫോട്ടോ എടുക്കുക, അത് അപ്ലോഡ് ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. എന്നാൽ നിലത്തിട്ട് വെറുതെ ഫോട്ടോ എടുക്കാതെ നല്ല സ്റ്റൈലിൽ പിൻട്രസ്റ്റ് മോഡലിലൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് സ്റ്റൈൽ ചെയ്ത്, അതായത് ഫ്ലാറ്റ് ലേ ഫോട്ടോഗ്രാഫി എന്ന് പറയും, അങ്ങനെ ഫോട്ടോകൾ എടുക്കുക. ഇനി നെക്സ്റ്റ് വൺ ഈസ് വിലയിടുന്ന കാര്യമാണ്. ഒരു 150 രൂപയ്ക്ക് കിട്ടിയ വസ്ത്രം സാനിറ്റൈസ് ചെയ്ത് സ്റ്റൈൽ ചെയ്താൽ 600 മുതൽ 900 രൂപ വരെ റേഞ്ചിൽ വിൽക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ ഈസ് പാക്കിംഗ്. ബ്രൗൺ പേപ്പർ പാക്കിങ്ങും ഒപ്പം ചെറിയ ഫ്രീ സ്റ്റിക്കറുകളും താങ്ക് യു കാർഡും ഒക്കെ കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നും, നിങ്ങളുടെ ഒരു ഫാനായി അവർ മാറും. ഇനി അടുത്ത ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ഇത് കസ്റ്റമേഴ്സിനുള്ള ചോദ്യമല്ല, നിങ്ങൾക്ക് സ്വയം ചോദിക്കാനുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അറിയാനുള്ള കാര്യമാണ്. ഇത് പുതിയ ഡ്രസ്സാണോ? വാട്ട് ആക്ച്വലി ആർ ദീസ് ക്ലോത്ത്സ്? ത്രിഫ്റ്റ് സ്റ്റോറുകളിൽ വരുന്ന വസ്ത്രങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതാണ്. ഒന്ന് എക്സ്പോർട്ട് സർപ്ലസ് അല്ലെങ്കിൽ ഡെഡ് സ്റ്റോക്ക്. പ്രമുഖ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ വിദേശത്ത് വിറ്റഴിക്കാത്തതോ സീസൺ കഴിഞ്ഞതോ ആയ തികച്ചും പുതിയ ബ്രാൻഡ് ന്യൂ വസ്ത്രങ്ങളാണിത്. ഇവയ്ക്ക് ടാഗുകൾ കാണും. ചിലപ്പോൾ ടാഗുകൾ കമ്പനി കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരാറുള്ളത്. ഇനി അടുത്തൊരു ഐറ്റമാണ് വിന്റേജ് അല്ലെങ്കിൽ പ്രീ ലവ്ഡ് ഡ്രസ്സുകൾ. ജപ്പാൻ, കൊറിയ, US എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന അപൂർവവും എന്നാൽ പുതിയതുപോലെ തോന്നിക്കുന്നതുമായ വസ്ത്രങ്ങൾ. ഇതിൽ ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? വാട്ട്സ് അവർ വാല്യൂ അഡിഷൻ? ഒരു ഹോൾസെയിൽ കടക്കാരനിൽ നിന്ന് വാങ്ങി വിൽക്കുന്നതും ത്രിഫ്റ്റ് സ്റ്റോർ നടത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരുപാട് വാല്യൂ അഡിഷൻ അതിനകത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് വൺ ഈസ് ക്യൂറേഷൻ, അതായത് ക്യൂറേറ്റിംഗ് അല്ലെങ്കിൽ ഹാൻഡ് പിക്കിംഗ് എന്ന് പറയും. 100 കിലോ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നിന്ന് ആ ഒരു ബൈലിൽ നിന്ന് ഏറ്റവും മികച്ച ട്രെൻഡിയായ ആർക്കും ഇഷ്ടപ്പെടുന്ന 5 അല്ലെങ്കിൽ 10 വസ്ത്രങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അത് തിരഞ്ഞെടുക്കാനുള്ള സമയം നമ്മൾ ലാഭിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹൈജീൻ ആൻഡ് റിസ്റ്റോറേഷൻ, അതായത് സാനിറ്റൈസിങ് ആൻഡ് അയണിങ് എന്ന് പറയും. വസ്ത്രങ്ങൾ നന്നായി കഴുകി സാനിറ്റൈസ് ചെയ്ത് സ്റ്റീം അയൺ ചെയ്ത് ഒരു തിയേറ്റർ ഫിനിഷിലൊക്കെ പുതിയതുപോലെ ആക്കുന്നു. മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ അളവുകൾ, അതായത് പ്രിസൈസ് മെഷർമെന്റ്സ്. ഓൺലൈനിൽ ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ ആളുകൾക്ക് വലിപ്പം അറിയാൻ പറ്റില്ല. ഓരോ ഡ്രസ്സിന്റെയും ബസ്റ്റ്, ലെങ്ത്, വേസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഞ്ചിൽ അളന്ന് അതിലിടുന്നത് നമ്മളാണ്. ഇനി സ്റ്റൈലിംഗ് ആൻഡ് ഷൂട്ടിംഗ്, എസ്തറ്റിക് സ്റ്റൈലിംഗ് എന്ന് പറയും, ജെൻസികളുടെ ഭാഷയാണ്. ആ ഡ്രസ്സ് എങ്ങനെ ധരിച്ചാൽ ഭംഗിയുണ്ടാകും എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഒരു എസ്തറ്റിക് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ സ്റ്റൈലിംഗ് ആൻഡ് ഷൂട്ടിംഗ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? വൈ ഡു പീപ്പിൾ ബൈ ദിസ്? എന്തിനു വേണ്ടിയാണ് അവർ ഇത് വാങ്ങിക്കുന്നത്? എന്തുകൊണ്ട് വാങ്ങിക്കും? 1 of 1 യുണീക്നെസ്, അതായത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഡ്രസ്സ് ലോകത്ത് വേറെ ആരുടെയും കയ്യിൽ ഉണ്ടായില്ല. മാളിൽ നിന്ന് വാങ്ങിയാൽ അതിട്ട വേറെ 10 പേരെ നിങ്ങൾക്ക് വഴിയിൽ കാണാൻ പറ്റും. ഇതിൽ അതില്ല. ഇതാണ് ഈ ജെൻസുകൾ ഏറ്റവും ആദ്യം നോക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് 80% ഡിസ്കൗണ്ട്. ബ്രാൻഡഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള 3000 രൂപയുടെ ജാക്കറ്റ് കസ്റ്റമർക്ക് വെറും 600-800 രൂപയിൽ ലഭിക്കുന്നു. അതായത് അവർക്ക് സ്റ്റൈലിന് സ്റ്റൈലാകാം, ഷോയ്ക്ക് ഷോ ആകാം. പക്ഷേ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മുടക്കുമുതൽ വരുമ്പോൾ വളരെ ചെറിയ തുകയെ വരുന്നുള്ളൂ. അടുത്തത് സസ്റ്റൈനബിൾ ഫാഷൻ.
അതായത് പഴയ വസ്ത്രങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നത് വഴി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. ജെൻസി കുട്ടികൾക്ക് ഇതൊക്കെ വലിയൊരു ഫാക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശത്തു നിന്നുള്ള ഹാൻഡ് പിക്ഡ് എക്സ്പോർട്ട് സർപ്ലസ് ആൻഡ് വിന്റേജ് വസ്ത്രങ്ങളാണ് നമ്മൾ ഇതിലൂടെ വിൽക്കുന്നത്. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ, 1 of 1 പീസ് ആയിരിക്കും. ഇത് കൃത്യമായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് പുതിയതുപോലെ ആക്കിയാണ് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ യുണീക്ക് വസ്ത്രങ്ങൾ 80% വരെ വിലക്കുറവിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം? ആളുകൾ ഒരേ കാര്യം ചെയ്യുമ്പോഴും വ്യത്യസ്തമായി ബ്രാൻഡ് ചെയ്യുന്നവരാണ് വിജയിക്കുന്നത് ഇന്നത്തെ കാലത്ത്. കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച ജെൻസി ബിസിനസ് മോഡലാണ് ഇത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, പേജ് ഫോളോ ചെയ്യാതെ പോകരുത്. ഇതുപോലെയുള്ള അടിപൊളി ബിസിനസ് ഐഡിയകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും.